സമയം ഏറെക്കുറെ 11 മണിയായിട്ടുണ്ട്. ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായ DM മീരയുടെ അമ്മ പഴയതും കീറിയതുമായ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവർ കടന്നു വരുന്നത് ഒരു വലിയ ജ്വല്ലറി കടയിലേക്കാണ്. അമ്മയുടെ വസ്ത്രവും ക്ഷീണത്തോടുള്ള ആ നടത്തവും കണ്ടാൽ അവർ ആ ജില്ലാ DMന്റെ അമ്മയാണെന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവർ അങ്ങനെ ജ്വല്ലറിയുടെ ഡോറ് തുറന്ന് അകത്ത് കയറി. അവരുടെ മുഖത്ത് നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മറ്റു കസ്റ്റമേഴ്സിന്റെയും കടയിലെ ജോലിക്കാരുടെയും മാനേജറുടെയും ഒക്കെ കണ്ണുകൾ ആ ഒരു സമയത്ത് ആ വൃദ്ധയായ സ്ത്രീയിലേക്കായിരുന്നു. എന്തോ ഒരു വിചിത്ര കാഴ്ച കണ്ടതുപോലെ എല്ലാവരും അവരെ തന്നെ കുറച്ചു നേരം നോക്കി. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു യാചകയാണെന്ന് തോന്നുന്നു. ഇത് എന്താണ്? ആരാണ് അവരെ അകത്തേക്ക് കടത്തിവിട്ടത്? ആ പ്രായമായ അമ്മ ഇതെല്ലാം കേട്ട് ഒന്നും വകവെക്കാതെ മുന്നോട്ടേക്ക് നടന്നു. അമ്മ നേരെ ഒരു ജോലിക്കാരന്റെ അടുത്തേക്ക് എത്തി പറഞ്ഞു, മകനെ, എനിക്ക് നല്ലതും വിലയേറിയിട്ടുള്ളതുമായ ഒരു വജ്രമാല വേണം. അതൊന്ന് കാണിക്കൂ. അവരുടെ ആ വാക്കുകൾ കേട്ട് ആ സെയിൽസ്മാന് ആദ്യം ഒന്ന് ചിരി വന്നെങ്കിലും പിന്നീട് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഏയ് വൃദ്ധ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകൂ. ആരാണ് നിന്നെ അകത്തേക്ക് കടത്തി വിട്ടത്? അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് നിന്നെ പുറത്താക്കും. ഇതെല്ലാം അമ്മ ഒന്നും മിണ്ടാതെ നിശബ്ദമായി കേട്ടുനിന്നു. കുറച്ചു കഴിഞ്ഞ് അവര് വീണ്ടും പറഞ്ഞു, മകനെ, ഞാനൊരു യാചകിയല്ല. ഞാനിവിടെ ആഭരണങ്ങൾ വാങ്ങാൻ വന്നതാണ്. നിങ്ങളുടെ കടയുടെ ഗുണനിലവാരമെല്ലാം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു വജ്രമാല വാങ്ങാനുള്ള പണമെല്ലാം എന്റെ കൈവശമുണ്ട്. എന്റെ വസ്ത്രങ്ങൾ നോക്കി എന്നെ വിലയിരുത്തരുത്. ആ സമയത്താണ് കടയിലെ മറ്റൊരു ജീവനക്കാരൻ അവരോട് പറയുന്നത്, നിന്റെ പണമെല്ലാം എനിക്കറിയാം. ഇവിടെ നിന്ന് വേഗം പുറത്തു പോകൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചെരുപ്പ് കൊണ്ടടിക്കും. നീ ഇവിടെ വന്നത് കൊണ്ട് എല്ലാവരുടെയും സന്തോഷമില്ലാതായി. വേഗം പോകൂ. ഇതെല്ലാം കേട്ടിട്ടും ആ വൃദ്ധ അപ്പോഴും നിശബ്ദമായി നിന്നു. അവരുടെ കണ്ണുകളിൽ ഒരു പേടിയോ സങ്കടമോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് അമ്മ ആ ജോലിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, നീ എന്റെ അവസ്ഥ കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. ഞാനൊരു സത്യം പറയാം. ഞാൻ നിങ്ങളൊക്കെ അറിയുന്ന ഒരാളുടെ അമ്മയാണ്. ഞാൻ ഇവിടെ ഒരു മാല വാങ്ങാൻ വന്നതാണ്. ഇത് കേട്ട് കടയിലുള്ള മറ്റു ജോലിക്കാരും കസ്റ്റമേഴ്സുമെല്ലാം പൊട്ടിച്ചിരിച്ചു. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ പരസ്പരം ശകാരിക്കുന്നുണ്ട്. എന്ത്, ഈ വൃദ്ധയാണോ വജ്രമാല വാങ്ങുന്നത്? ഇവർക്ക് ശരിക്കും ഭ്രാന്താണ്. ആ സമയത്താണ് ജ്വല്ലറി കടയുടെ ഉടമ അങ്ങോട്ട് വരുന്നത്. അയാൾ ഈ അമ്മയെ കണ്ടതോടുകൂടി അവരോട് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് ആരാണ്? യാചക സ്ത്രീ അകത്തേക്കും വന്നോ? ആരാണ് അവളെ അകത്തേക്ക് കടത്തിവിട്ടത്? വേഗം ഇവളെ പുറത്തേക്ക് കൊണ്ടുപോകൂ. എന്തൊരു തമാശയാണിത്? ഇത് കേട്ട് അമ്മ ആ കട ഉടമയുടെ നേരെ 2 കൈകൾ കൂപ്പി പറഞ്ഞു, എനിക്ക് ഒരു വജ്രമാല വേണം. എന്റെ കയ്യിൽ അതിനുള്ള പണമുണ്ട്. ഞാനൊരു യാചകയായിരുന്നെങ്കിൽ ഈ കടയിൽ വരാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഇത് കേട്ടതും കട ഉടമയുടെ മുഖത്ത് ചിരി വന്നു. ഏയ്, വിഡ്ഢിത്തം പറയാതിരിക്കൂ. എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇവിടെ നിന്ന് പോകൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു പുറത്താക്കും. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അയാൾ ആ വൃദ്ധയുടെ മുഖത്ത് അടിച്ചു. ഈ ഒരു കാഴ്ച കണ്ടു നിന്ന ജോലിക്കാരും കസ്റ്റമേഴ്സും എല്ലാം ഒരു സമയത്തേക്ക് സ്തംഭിച്ചു പോയി. തുടർന്ന് 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വന്ന് അവരെ പിടിച്ചു വലിച്ച് കടയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ലജ്ജാകരമായ ദൃശ്യം ജ്വല്ലറി കടയിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ CCTV ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പതിഞ്ഞ വീഡിയോകളെല്ലാം ജ്വല്ലറി ഉടമയ്ക്ക് ഒരു തിരിച്ചടിയാകുമെന്ന് ആ സമയത്ത് ആരും കരുതിയിരുന്നില്ല. അങ്ങനെ പുറത്താക്കിയ അമ്മ ആ നഗരത്തിന്റെ തെരുവിലിരുന്ന് സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് പതിയെ കണ്ണുനീർ വരാൻ തുടങ്ങി. നിറഞ്ഞ കണ്ണീരോട് കൂടി അമ്മ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അമ്മ അങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഞാൻ എന്റെ മകളെ ഭിക്ഷയാചിച്ച് പഠിപ്പിച്ച് അവളെ ഒരു DM ആക്കി. ഇന്ന് എന്റെ മകൾ എത്ര വലിയ ഉദ്യോഗസ്ഥയാണ്. എന്നിട്ടും ഞാൻ അവളുടെ അമ്മയായിട്ടും അത്തരമൊരു യാചകി എന്ന അപമാനത്തിന്റെ വേദന ഞാൻ ഇന്നും അനുഭവിക്കുകയാണ്. വീട്ടിലെത്തിയ അമ്മ രാത്രി മുഴുവനും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആ അപമാനത്തിന്റെ ഓർമ്മ അവരുടെ മനസ്സിൽ ഒരു വലിയ മുറിവ് പോലെയായിരുന്നു. എത്ര കണ്ണുകൾ അടച്ചിട്ടും ഉറക്കം വരുന്നില്ല. ഒടുവിൽ അവര് ഫോൺ എടുത്ത് മകളായ DM മീരക്ക് വിളിക്കുകയാണ്. ഓഫീസിൽ ഫയലുകൾ വായിച്ചു കൊണ്ടിരുന്ന മീര അമ്മയുടെ ഫോൺ കണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഫോൺ എടുത്തു. ഹലോ അമ്മേ, സുഖമാണോ? അമ്മ പരമാവധി സങ്കടം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് സുഖമാണ് മോളെ. പക്ഷേ അത് പറഞ്ഞതും അമ്മ അറിയാതെ തന്നെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ
വരാൻ തുടങ്ങി. അവരങ്ങനെ കരയാൻ തുടങ്ങി. ഇത് മകളായ മീര ഫോണിലൂടെ കേട്ടു. എന്താണ് അമ്മേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താണെന്ന് പറയൂ. ഇത് കേട്ട് ഒരു നിമിഷം അമ്മ കരച്ചിൽ നിർത്തി നിശബ്ദമായി. ആ സമയത്ത് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ജ്വല്ലറി ഉടമയോടുള്ള വെറുപ്പായിരുന്നു. പക്ഷേ എന്താണെന്നാൽ മകളോട് ഈ ഒരു കാര്യം പറയാൻ അമ്മ ആഗ്രഹിച്ചില്ല. അവരങ്ങനെ സ്വയം സങ്കടം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് ഒന്നും സംഭവിച്ചില്ല മോളെ, കുറെ മാസങ്ങളായില്ലേ നിന്നെ നേരിൽ കണ്ടിട്ട്, അതിന്റെ സങ്കടമാണ്. ഇത് കേട്ടതും മീര പറഞ്ഞു, അമ്മേ വേണ്ട, നിങ്ങൾ എന്നോട് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്. അമ്മേ എന്താണത്, പറയൂ. ഇപ്പോൾ അമ്മ നിസ്സഹായമായിരുന്നു. വിറക്കുന്ന ശബ്ദത്തിൽ അവര് ഓരോന്നോരോന്നായി മകളോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു മാല വാങ്ങാൻ നഗരത്തിലുള്ള ഒരു ജ്വല്ലറി കടയിൽ പോയി. എന്നെ കണ്ടതും അവർ ഓരോരുത്തരായി ഒരു യാചകി എന്ന പോലെ എന്നോട് പെരുമാറി. ഇതൊക്കെ മകളോട് പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ആ കടയുടെ ഉടമ എന്റെ മുഖത്തെ കടിച്ചു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെ അപമാനിച്ചു. ഇതെല്ലാം കേട്ട് ഒരു നിമിഷം മകൾ മീര തരിച്ചുപോയി. ആരാണ് അമ്മയോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ ധൈര്യപ്പെട്ടത്? അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മീരയുടെ കണ്ണിൽ നിന്ന് സങ്കടത്തിന്റെയും ദേഷ്യത്തിന്റെയും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ജില്ലയിലെ വലിയൊരു ഉദ്യോഗസ്ഥയാണ്. ഈ അനീതി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് എന്റെ അമ്മക്ക് തന്നെ സംഭവിച്ചല്ലോ. ഞാൻ അവനെ വെറുതെ വിടില്ല. നിയമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അമ്മേ, നിങ്ങൾ വിഷമിക്കേണ്ട. അവൾ അങ്ങനെ അമ്മയെ ആശ്വസിപ്പിച്ച് പറഞ്ഞു. ചിലപ്പോൾ നാളെ ഞാൻ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് മീര അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ആ രാത്രി അമ്മക്ക് നേരങ്ങത്തിൽ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ മകളായ മീര അമ്മയെ കാണാൻ വീട്ടിലെത്തി. അമ്മ മീരയെ കണ്ടതും കരഞ്ഞുകൊണ്ട് മകളെ കെട്ടിപ്പിടിച്ചു. മീരയുടെ കണ്ണുകളിലും സങ്കടം ഉണ്ടായിരുന്നു. വർഷങ്ങളുടെ വേദനയും കഠിനാധ്വാനവും ആ ആലിംഗനത്തിൽ ഇല്ലാതായി. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം മീര അമ്മയോട് പറഞ്ഞു, ഇനി എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വേഗം വസ്ത്രമെല്ലാം മാറി റെഡിയാകൂ. മീര തന്റെ അലമാരയിൽ നിന്ന് ഒരു ചുവന്ന നിറത്തിലുള്ള ഡ്രസ് എടുത്തു ധരിച്ചു. ഇപ്പോൾ മീരയെ കണ്ടാൽ ഒരു ഗ്രാമീണ വേഷമായിരുന്നു. ഈ വേഷത്തിൽ മീരയെ കണ്ടാൽ അവര് ഈ ജില്ലയിലെ DM ആണെന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതേ സമയം അമ്മ വെളുത്ത നിറത്തിലുള്ള ഒരു ലളിതമായ വേഷത്തിലുള്ള ഒരു സാരിയും ധരിച്ചു. ഇപ്പോൾ രണ്ടുപേരെയും കാണാൻ ഗ്രാമത്തിലെ പാവപ്പെട്ട രണ്ട് സ്ത്രീകളെ പോലെ തോന്നുമായിരുന്നു. ശേഷം രണ്ടുപേരും അമ്മയെ അപമാനിച്ച ആ ജ്വല്ലറിയിലേക്ക് നടന്നു. ജ്വല്ലറി കടയുടെ മുമ്പിലെത്തിയതും അമ്മയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അമ്മയും മകളും ജ്വല്ലറി കടയിലേക്ക് കയറിയ ഉടനെ തന്നെ കടയിലെ ജോലിക്കാരും മറ്റ് കസ്റ്റമേഴ്സും എല്ലാം ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കടയിലെ ജോലിക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓ, ഇത് ആ സ്ത്രീ തന്നെയാണ്. ഇന്ന് അവരുടെ കൂടെ വേറെ ആരോ ഉണ്ട്. മകളാണെന്ന് തോന്നുന്നു. ചിലർ ചിരിക്കുന്നുണ്ട്. മറ്റു ചിലർ വെറുപ്പോടെ അവരെ നോക്കി. മീര ആരെയും ശ്രദ്ധിച്ചില്ല. അമ്മയുടെ കൈയും പിടിച്ച് നേരെ വജ്രമാലകളുടെ ഭാഗത്തേക്ക് നടന്നു. ജ്വല്ലറിയിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. ഇന്ന് വീണ്ടും അന്നത്തെ പോലെ ഒരു നാടകം നടക്കുമെന്ന് ജോലിക്കാർ പലരും ചിന്തിച്ചു. പക്ഷേ ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്നുള്ള അവർ കരുതിയ ആ സ്ത്രീ ആരാണെന്നും ഇന്നിവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ആർക്കും ഒരു ധാരണയും ഇല്ലായിരുന്നു. മീര പറഞ്ഞു, സർ, ഞങ്ങൾക്ക് ഒരു വജ്രമാല വേണം. മാന്യതയോട് കൂടി അവൾ പറഞ്ഞു. ആ ജോലിക്കാരൻ അവരെ നോക്കി പറഞ്ഞു, ഹേയ്, നിങ്ങൾ വീണ്ടും വന്നോ? ഇന്നലെ ഈ ഒരു വൃദ്ധ ഒറ്റയ്ക്ക് വന്ന് രംഗം സൃഷ്ടിച്ചു. ഇന്നാണെങ്കിൽ അവർ തന്റെ മകളെയും കൂട്ടി വന്നിരിക്കുന്നു. ശേഷം അയാൾ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വജ്രമാല വാങ്ങാൻ സാധിക്കില്ല. നിങ്ങൾക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെ, അസംബന്ധം പറയരുത്. മീര കുറച്ച് ഉറക്കെ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ നോക്കി ഞങ്ങളുടെ പദവി വിലയിരുത്തരുത്. ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കാം നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന്. ആ മാല കാണിക്കൂ. ഇത് കേട്ടതും ആ ജീവനക്കാരന് ദേഷ്യം വന്നു. ആര് എന്ത് വാങ്ങുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളെപ്പോലുള്ള വിഡ്ഢികൾക്ക് കാണാനും തൊടാനുമുള്ളതല്ല അത്. നിങ്ങൾക്കൊന്നും അത് വാങ്ങാനുള്ള ധൈര്യമില്ല. ദയവായി ഒരു നാടകം കളിക്കാൻ ഇവിടെ നിൽക്കരുത്. വേഗം പുറത്തു പോകൂ, ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് നിങ്ങളെ പുറത്താക്കും. ഇത്രയും കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞു. മതി മതി, നിർത്തൂ. നോക്കൂ സാർ, സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കരുത്. ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജ്വല്ലറി ആഭരണങ്ങളും വാങ്ങാം. അതുകൊണ്ട് വെറുതെ
വെറുതെ അസംബന്ധം പറയുന്നത് നിർത്തി ആഭരണങ്ങൾ കാണിച്ചു തരൂ. ആ സമയത്താണ് ഇവരുടെ വഴക്ക് കേട്ട് ജ്വല്ലറി ഉടമ അങ്ങോട്ട് വരുന്നത്. ഓ, ഇന്നലെ പുറത്താക്കിയ ആ വൃദ്ധ തന്നെയാണല്ലോ അത്, അയാൾ മനസ്സിൽ പറഞ്ഞു. അവളോടൊപ്പം ഇന്ന് വേറെ ആരോ ഉണ്ടല്ലോ. ആരാണത്? ഒരുപക്ഷെ അവളുടെ മകളായിരിക്കാം. അമ്മയും മകളും ഇന്ന് ഒരുമിച്ച് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. വേഗം ഇവിടെ നിന്ന് പോകൂ. ഇന്നലെ ഞാൻ നിങ്ങളെ തല്ലി പുറത്താക്കിയത് പോലെ ഇന്ന് എന്നോടത് ചെയ്യിപ്പിക്കരുത്. ഇത് കേട്ടപ്പോൾ തന്നെ മീരയുടെ ക്ഷമ നശിച്ചു. അവളുടെ നെറ്റി ദേഷ്യം കൊണ്ട് ചുളിഞ്ഞു. മതി, നിർത്തൂ. അവൾ കട ഉടമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. ഞാൻ ഈ ജില്ലയിലെ DM ഓഫീസറാണ്. പേര് മീര. ഇനി എന്റെ അമ്മയെയോ എന്നെയോ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അപമാനിച്ചാൽ നിങ്ങൾ അതിന് ദുഃഖിക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് കേട്ടതും കട ഉടമയും മറ്റു ജീവനക്കാരുമെല്ലാം പൊട്ടിച്ചിരിച്ചു. ശേഷം കട ഉടമ പറഞ്ഞു, നിനക്ക് ഒരു പോലീസ് ആകാനുള്ള സ്റ്റാറ്റസ് പോലും ഉണ്ടോ? അത് പോട്ടെ, നിനക്ക് ഈ കട വൃത്തിയാക്കാനുള്ള ഒരു യോഗ്യത പോലുമില്ല. ഈ നീയാണോ DM ആകുന്നത്? നീ എപ്പോഴെങ്കിലും നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? എന്നിങ്ങനെയെല്ലാം ആ കട ഉടമ മീരയെ മനസ്സിൽ കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. ഇത്രയും കേട്ട മീര അവളുടെ പേഴ്സ് തുറന്ന് അതിൽ നിന്ന് തന്റെ ID കാർഡ് പുറത്തെടുത്തു. ദേഷ്യത്തിൽ അവൾ ആ ID കാർഡ് എടുത്ത് കട ഉടമയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ജില്ലാ മജിസ്ട്രേറ്റ് മീര എന്ന് എഴുതിയത് കണ്ട് കട ഉടമയുടെ മുഖം ചുളിഞ്ഞു. ID കാർഡ് പിടിച്ച ആ കൈകൾ വിറക്കാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ മീരയുടെ നേരെ കൈകൾ കൂപ്പി പറഞ്ഞു, സോറി മാഡം, നിങ്ങൾ ഞങ്ങളുടെ DM ഓഫീസർ ആണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ സമയം കളയാൻ വന്ന ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയാണെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മാഡം? ഞങ്ങൾ എടുത്തു തരാം. പറയൂ, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പക്ഷേ മീരയുടെ മുഖത്ത് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. എനിക്ക് നിന്റെ ആഭരണങ്ങൾ വേണ്ട, അവൾ ഉറക്കെ പറഞ്ഞു. ആദ്യം നീ ഇത് പറയൂ, എന്റെ അമ്മയുടെ മുഖത്തടിക്കാൻ നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? അവരെ തള്ളി മാറ്റാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവരെ പരസ്യമായി അപമാനിച്ചു. ഇപ്പോൾ നീ നിന്റെ തെറ്റുകൾ മായ്ക്കാൻ കള്ളം പറയുന്നു. ഉടമസ്ഥൻ തന്റെ തെറ്റുകൾ മായ്ക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകൾ കെട്ടിച്ചമക്കാൻ തുടങ്ങി. ഇല്ല മേഡം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ അമ്മ തെറ്റിദ്ധരിച്ചതായിരിക്കണം. ഞാൻ അവരെ ഒന്നും പറയാതെ തിരിച്ചു വിട്ടതാണ്. അവരെ തല്ലിയിട്ടൊന്നുമില്ല. അവര് നിങ്ങളോട് കള്ളം പറയുന്നതാണ് മേഡം. ആരാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്? ഇത് കേട്ടതും മീരയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞു. നിന്റെ കള്ളം പറയുന്നത് ആദ്യം നിർത്തൂ. നീ ചെയ്തതെല്ലാം എനിക്കറിയാം. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഒരാളുടെ വസ്ത്രങ്ങൾ നോക്കിയല്ല അയാളുടെ മൂല്യം നിർണയിക്കുന്നത്. അതവരുടെ പ്രവൃത്തികളിലൂടെയാണ്. ഒരു നിമിഷത്തേക്ക് ജ്വല്ലറി കട ആകെ നിശബ്ദമായി. ജീവനക്കാരും കസ്റ്റമേഴ്സും എല്ലാം ഒന്നും സംസാരിക്കാതെ പ്രതിമകളെ പോലെ നിന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. മീര കട ഉടമയെ നോക്കി പറഞ്ഞു, ശരി, അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്റെ അമ്മ കള്ളം പറയുകയാണെന്ന്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിവുകൾ നോക്കാം. നിയമത്തിന് വേണ്ടത് വ്യക്തമായ തെളിവുകളാണ്. നിങ്ങളുടെ ഈ ജ്വല്ലറിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പരിശോധിക്കാം. ഇത് കേട്ടതും കട ഉടമയുടെ മുഖഭാവം മാറി. നെറ്റിയിൽ നിന്ന് വിയർപ്പൊലിച്ചിറങ്ങാൻ തുടങ്ങി. ജ്വല്ലറിയിലെ മാനേജറുടെ അനുമതിയോട് കൂടി കടയിലെ CCTV ദൃശ്യങ്ങൾ സ്ക്രീനിൽ പ്ലേ ചെയ്തു. അതിലെ കാഴ്ചകൾ കണ്ട് മീരയുടെ മനസ്സ് പിടച്ചു. ഈ കട ഉടമ തന്റെ അമ്മയുടെ മുഖത്തടിക്കുന്നതും പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നതും അപമാനിക്കുന്നതുമെല്ലാം ആ CCTV ദൃശ്യങ്ങൾ മീരക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. മീരയുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു. ഒരു നിമിഷം അവളുടെ തൊണ്ട വരണ്ടു. ശേഷം അവൾ പറഞ്ഞു, ഓഹോ, നിങ്ങളൊക്കെ എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെയാണല്ലേ പെരുമാറിയത്? അതിന്റെ കാരണം എന്താണ്? അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണോ? ഏയ് മനുഷ്യ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാളുടെ വസ്ത്രങ്ങളാണോ അയാളുടെ പദവി നിർണയിക്കുന്നത്? ആരെങ്കിലും ഇവിടെ ആഭരണങ്ങൾ വാങ്ങാൻ വന്നാൽ അതവർക്ക് കാണിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. അയാൾ അത് വാങ്ങണോ വേണ്ടയോ എന്നത് അയാളുടെ ഇഷ്ടമാണ്. ഒരാളുടെ മുഖവും ധരിച്ച വസ്ത്രവും നോക്കി അയാളുടെ പദവി തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? കടയിൽ ഇപ്പോൾ മീരയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത്. എല്ലാ ജീവനക്കാരും ഇത് കേട്ട് തല കുനിച്ച് നിൽക്കുകയായിരുന്നു. മീര തന്റെ സംസാരം തുടർന്നു, നിങ്ങൾ ചെയ്തത് ക്ഷമിക്കാൻ പോലും കഴിയില്ല. എന്റെ അമ്മയെ തല്ലിയത്, മോശമായി പെരുമാറിയത് നിയമപ്രകാരം വലിയൊരു കുറ്റമാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എതിരെ കേസെടുക്കും. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിനും അപമാനിച്ചതിനും നിങ്ങളെ ജയിലിലടക്കും. ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യും. ഇത് കേട്ട കട ഉടമ മുട്ടുകുത്തി കൈകൾ
കൂപ്പി മീരയോട് പറഞ്ഞു. മാഡം, ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ. അവര് നിങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇത് കേട്ടതും മീര പറഞ്ഞു, എന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നത് അയാളുടെ ബന്ധമോ സ്ഥാനമോ കൊണ്ടല്ല. മനസ്സിലായോ തനിക്ക്? ഇതൊക്കെ കേട്ട് ഉടമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ക്ഷമിക്കണം മാഡം. ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല. എല്ലാവരെയും ഞങ്ങൾ ബഹുമാനത്തോടെ പരിഗണിക്കും. ദയവായി ഒരു പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കൂ. മീര കുറച്ചു നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ചു. ശേഷം ഒന്ന് ആലോചിച്ച് അവൾ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ കടയിൽ ഇനി ഏതെങ്കിലും ഉപഭോക്താവിന് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെ എല്ലാം ജയിലിലടക്കും. ആ സമയത്ത് ഇതുപോലെ ക്ഷമിക്കാൻ ഒരവസരം ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട് കട ഉടമയും ജീവനക്കാരുമെല്ലാം കൈകൂപ്പി ഒരുപോലെ പറഞ്ഞു, അതെ മാഡം, ഞങ്ങൾ ഒരു പാഠം പഠിച്ചു. ഞങ്ങൾ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഞങ്ങൾ സത്യം ചെയ്യുന്നു. ആ സമയം മുതൽ ജ്വല്ലറി കടയുടെ അന്തരീക്ഷം ആകെ മാറി. അവിടെ വരുന്ന എല്ലാ കസ്റ്റമറെയും അവർ അതിഥികളെ പോലെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ആരെയും വേർതിരിവില്ലാതെ ഒരുപോലെ എല്ലാവരെയും കാണാൻ തുടങ്ങി. മീരയും അമ്മയും കടയിൽ നിന്ന് മാലയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കടയിലെ ആളുകളും മറ്റുമെല്ലാം അവരെ ആദരവോടു കൂടി അഭിവാദ്യം ചെയ്തു. ഇത് കണ്ട് മീര അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു, അമ്മേ, ഇനി ആർക്കും നിങ്ങളെയോ മറ്റാരെങ്കിലുമോ ഇതുപോലെ അപമാനിക്കാൻ കഴിയില്ല. ഇത് എന്റെ വാഗ്ദാനമാണ്. ഇതും പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിൽ വലിയൊരു ഗുണപാഠം തന്നെയുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. ഇതുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുമായിട്ട് കാണാം.